Hi, good morning to all. Today we focused on the topic Dalit literature. I hope you all know about Dalit literature. In Malayalam we also learn about Dalit. The term Dalit denotes ഡൗൺ നമ്മൾ പറയാറില്ലേ ഏറ്റവും അടിച്ചമർത്തപ്പെട്ട ആൾക്കാരെ വിളിക്കുന്ന പേരാണ് ഡൗൺ ട്രോഡൻ. ഓക്കെ, അപ്പം അവരുടെ ലിറ്ററേച്ചറിനെയാണ് നമ്മൾ ദളിത് ലിറ്ററേച്ചർ എന്ന് പറയാം. ആ ഒരു കാറ്റഗറി ഓഫ് പീപ്പിൾ. ദ ഡിമോളിഷൻ ഓഫ് കാസ്റ്റ് വാൾസ് ഇൻറ്റൻഡഡ് ടു സഗ്രിഗേറ്റ് ദളിറ്റ്സ് ഫ്രം ദി അതർ കാസ്റ്റ് ഹിന്ദുസ് still appears in our newspapers. That is the scenario of our society. Demolition of caste walls intended to segregate Dalit from the other caste Hindus still appears in our newspaper. This shows that casteism is still a cruel reality in our country. The caste system in India and the racism in America and other European countries have played and still play an important role in destroying the self-esteem and identity of the oppressed group, the Dalits. Okay. അപ്പോൾ അതിൽ പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ്. നമ്മളെ ഇന്ത്യയിലുള്ള കാസ്റ്റ് സിസ്റ്റം, അമേരിക്കൻ യൂറോപ്യൻ കൺട്രീസിലുള്ള റേസിസം തന്നെയാണല്ലോ. സ്റ്റിൽ പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഡിസ്ട്രോയ് ദ സെൽഫ് എസ്റ്റീം ആൻഡ് ഐഡൻറ്റിറ്റി ഓഫ് ദി ഒപ്രസ്ഡ് ഗ്രൂപ്പ്. നമ്മളെ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ നമ്മളെ സെൽഫ് എസ്റ്റീം നഷ്ടപ്പെടുത്തുക ഒരു ഒപ്രസ്ഡ് ഗ്രൂപ്പിൻ്റെ. ആ ഒപ്രസ്ഡ് ഗ്രൂപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ദളിറ്റ്സ്. എറിക്സൺ Erikson, Erikson, concept of pseudo-speciation explain the psychology of both the masters and the victims. Very important. Erikson's concept pseudo-speciation. Pseudo എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ അല്ലേ? എന്താണ് മലയാളം എന്താ പറയുക? സ്യൂഡോ സ്പെസിയസേഷൻ എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത സംഭവം. അതിനാണ് എക്സ്പ്ലെയിൻ ദ സൈക്കോളജി ഓഫ് ബോത്ത് ദി മാസ്റ്റേഴ്സ് ആൻഡ് വിക്ടിംസ്. ഇവിടെ എന്താണ് ആ ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. എറിക്സൺ കേട്ടോ. സ്യൂഡോ സ്പെസിയസേഷൻ എക്സ്പ്ലെയിൻസ് ദ സൈക്കോളജി ഓഫ് ബോത്ത് ദി മാസ്റ്റേഴ്സ് ആൻഡ് വിക്ടിംസ്. അയാൾ കൊണ്ടുവന്ന കോൺസെപ്റ്റാണ് അത് കേട്ടോ. Certain tribes, castes and nations consider themselves superior to certain other groups and they believe that they are chosen by God. ഇപ്പോൾ നമ്മൾ ഹിറ്റ്ലറിൻ്റെ ഭരണകാലത്ത് തന്നെ പറയാറില്ലേ, ആര്യൻസ് പ്യുവർ ബ്ലഡ് ആണെന്നൊക്കെ ഹിറ്റ്ലർ പറഞ്ഞ പോലെ. അത് ഇവരെന്ന് വിചാരിക്കുകയാണ് അവരെ വലിയ ആൾക്കാർ, ദേ ആർ ദ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ഗോഡ് എന്ന് വിചാരിക്കുന്ന കുറച്ച് ആൾക്കാർ സുപ്പീരിയർ ആയിട്ട് കാണുക. So instead of accepting the quality of all human beings, they try to assert their superiority upon what they are called inferior and torture them. അതിൽ ഇൻഫീരിയർ എന്നുള്ളത് നിങ്ങൾ ഡബിൾ ഇൻവേർട്ട് പോലെ ഇടണം കേട്ടോ. So intended of accepting the equality of all human beings, they try to assert their superiority upon what they are called inferiors and torture them. ശരിക്കും നമ്മളെന്താ ചെയ്യേണ്ടത്? ഓരോ ഹ്യൂമൻ ബീങ്സിനും അവരുടേതായിട്ടുള്ള ക്വാളിറ്റീസ് ഉണ്ട്, അത് ആക്സെപ്റ്റ് ചെയ്യുക വേണം. പക്ഷേ ഇവരങ്ങനെയല്ല. ഈ സ്വയം ഞങ്ങൾ സുപ്പീരിയർ എന്ന് കാണിക്കുന്ന ഒരു അധികാരം പകർന്ന ഹെജിമോണിക് പവർ എന്നൊക്കെ പറഞ്ഞ പോലെ അവരെന്ത് ചെയ്യാണ്? ഇവരെ തരം താഴ്ത്തി കാണുകയാണ്. റാഫ് എലിസൺ, RALPH എലിസൺ, ALLISON, ജെയിംസ് ബ്ലാഡ്വിൻ, BLADWIN, and Amiri Baraka and Ismail Reed, REED, are some of the few Afro-American writers who have lifted modern Afro-American literature to great heights and at the same time waging war against racialism. അല്ലെങ്കിൽ റേഷ്യസിനെ കുറിച്ച് എഴുതിയ ആൾക്കാരാണ് ഇവരൊക്കെ കേട്ടോ. റാൽഫ് എലിസൺ, ജെയിംസ് ബാൾവിൻ, അമീറി ബറാക്ക ആൻഡ് ഇസ്മായിൽ റീഡ്. ഓക്കെ, Afro-American writers who write about racism. Dalit could voice their bitterness at the caste prejudice and social oppression through their literature. Only after the arrival of Dr. Ambedkar as an outstanding national leader with his revolutionary ideas for the social upliftment of Dalits. അറിയാൻ പറ്റും. ഇപ്പം അംബേദ്കറുടെ റോൾ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം അംബേദ്കർ വന്നതിൻ്റെ ശേഷമാണ്
ദളിത്തിനൊരു വോയിസ് കിട്ടിയത്. വോയിസ് ദെയർ ബിറ്റർനെസ് അറ്റ് ദ കാസ്റ്റ് പ്രജുഡൈസ്. ഈ ഒരു മുൻവിധിയിൽ കാണുന്ന അല്ലെങ്കിൽ ഈ കാസ്റ്റ് പ്രജുഡൈസ് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളും അതുപോലെ അവരെ സോഷ്യൽ ഓപ്പറേഷനൊക്കെ അവർ പ്രകടിപ്പിക്കാൻ തുടങ്ങി ത്രൂ ദെയർ ലിറ്ററേച്ചർ. ദ റൈറ്റേഴ്സ് ഹു ഹാഡ് ബിക്കെയിം familiar with the black movements and literature established the political movement called the Dalit Panthers in Bombay 1972. അപ്പോൾ അവരൊരു മൂവ്മെൻറ്റ് കൊണ്ടുവരികയാണ്. എസ്റ്റാബ്ലിഷ് എ പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ് കോൾഡ് ദ ദളിത് പാന്തേഴ്സ് ഇൻ ബോംബെ, PANTHERS 1978. Okay. In their holy war for social justice, the Dalit writers portray their hopes and aspirations and also their fight for survival and the day-to-day life experience, which are humiliating and degrading. Their view of protest also prevailed their literature. വളരെ ഇമ്പോർട്ടൻ്റ് ഈ ഒരു പാരഗ്രാഫ്. ഇൻ ദർ ഹോളി വാർ ഓഫ് സോഷ്യൽ ഇൻജസ്റ്റിസ് ദ ദളിത് റൈറ്റർ പോർട്രേസ് ദർ ഹോപ്സ് ആൻഡ് ആസ്പിറേഷൻസ്. ഒന്നാമത്തെ തീം അതാണ്, hopes and aspirations, also the fight for survival and the day-to-day life experience, which are humiliating and degrading. അപ്പം ഹോപ്സ് ആൻഡ് ആസ്പിറേഷനും ഹ്യൂമിലിയേഷൻ ഡിഗ്രഡേഷനും ഒക്കെ കുറിച്ചിട്ടാണ് അവർ കൂടുതലും അവരുടെ എക്സ്പീരിയൻസ് ആയിട്ട് എഴുതിയിരുന്നത്. ദർ വ്യൂ ഓഫ് പ്രൊട്ടസ്റ്റ് ഓൾസോ പ്രിവൈഡ്സ് ദെയർ ലിറ്ററേച്ചർ. അവരെ പ്രൊട്ടസ്റ്റും അതിൽ കാണുന്നുണ്ടായിരുന്നു. ബട്ട് ദ ഒറിജിൻ ഓഫ് ദളിത് ലിറ്ററേച്ചർ ഗോസ് ബാക്ക് ടു 1950s. Keep in mind, Siddhartha Sahitya Sangha 1950, later known as Maharashtra Dalit Sahitya Sangha, began the process of Dalit literature as a movement and convened its first literary conference in 1958 in Bombay. അപ്പം എന്താ പറയുന്നതെന്ന് വെച്ചാൽ സിദ്ധാർത്ഥ സാഹിത്യ സംഘ SANGHA 1950, പിന്നെ അതിൻ്റെ പേര് മാറ്റി മഹാരാഷ്ട്ര ദളിത് സാഹിത്യ സംഘ എന്നുള്ളത് ബിഗൻ പ്രോസസ് ഓഫ് ദളിത് ലിറ്ററേച്ചർ ആസ് എ മൂവ്മെൻറ്റ് ആൻഡ് കൺവീൻഡ് ഇറ്റ്സ് ഫസ്റ്റ് ലിറ്റററി കോൺഫറൻസ് ഇൻ 1958 ഇൻ ബോംബെ. ആ ഡേറ്റുകളും കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കണം, രണ്ട് പേരും ഓർത്ത് വെക്കാം. ദിസ് ഇൻസ്പയർഡ് ദളിത് റൈറ്റേഴ്സ് ടു ടേക്ക് അപ്പ് ദെയർ കോഴ്സ് വിത്ത് ഗ്രേറ്റ് വിഗർ. അപ്പോൾ ഒരു ചാൻസ് കിട്ടണം. അപ്പോൾ അവരെ എല്ലാ വിഷമങ്ങളും നല്ല ഉഷിരോട് കൂടി എഴുതാൻ തുടങ്ങി. ദ സ്പ്രെഡ് അംബേദ്കർസ് മെസ്സേജ് ലേറ്റർ കോൾഡ് അംബേദ്കറിസം ത്രൂ ഔട്ട് മഹാരാഷ്ട്ര. അംബേദ്കറിൻ്റെ ആ ഒരു മെസ്സേജ് അവർ റെപ്രസെൻ്റ് ചെയ്യാൻ തുടങ്ങി, അല്ലെങ്കിൽ അതിനെ എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങി. അതിനെ അംബേദ്കറിസം എന്നുള്ള ടേമിൽ അറിയപ്പെടുന്നുണ്ട്. വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ അറ്റ് ദ കോൺഫറൻസ് വാസ് ദ ഡിഫൈനിങ് ഓഫ് ദളിത് ലിറ്ററേച്ചർ ആസ് ദാറ്റ് written by the Dalit themselves and also those written by others about Dalits. അപ്പം നിങ്ങളോട് 2 മാർക്കിനെ വെച്ച് ഇവിടുന്നാണ് എഴുതേണ്ടത് കേട്ടോ. എന്ത് ദളിത് ലിറ്ററേച്ചർ ഈസ് ആസ് ദ റിട്ടൺ ബൈ ദി ലിറ്ററേച്ചർ റിട്ടൺ ബൈ ദി ദളിത് പീപ്പിൾ ആസ് വെൽ ആസ് ലിറ്ററേച്ചർ റിട്ടൺ ബൈ അതേഴ്സ് അബൌട്ട് ദളിത് പീപ്പിൾ. ദാറ്റ് ഈസ് ദളിത് ലിറ്ററേച്ചർ. The term Dalit denotes downtrodden. W word combination quote ചെയ്യണം. The term Dalit denotes downtrodden, while Dalit literature does not simply mean the literature of the downtrodden. പക്ഷെ അത് വിചാരിച്ചിട്ട് ദളിത് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ ഡൗൺട്രോഡൻ ലിറ്ററേച്ചർ ആണല്ല, ബട്ട് ഇറ്റ് ഈസ് ആൻ എക്സ്പ്രഷൻ ഓഫ് ദളിത് കോൺഷ്യസ്നെസ്, ദർ ആങ്സൈറ്റീസ്, ദർ ഫീലിങ്സ്, ദർ എക്സ്പീരിയൻസ്, ദർ സ്ട്രഗിൾസ്. അതിനൊക്കെയാണ് എന്ത് പറയാം, ദളിത് ലിറ്ററേച്ചറിൽ പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. എന്താണ് ദർ കോൺഷ്യസ്നെസ്, അവരുടെ മനസ്സ്, ദർ ആങ്സൈറ്റീസ്, ദർ ഫീലിങ്സ്, ദർ എക്സ്പീരിയൻസ് ആൻഡ് ദർ സ്ട്രഗിൾസ്. ഓൾ ദീസ് തിങ്സ് ആർ ദേ എക്സ്പ്രസ്ഡ് ത്രൂ ദർ ലിറ്റററി വർക്ക്സ്. ഓക്കെ, Dalit literature therefore is a product of a new awareness and is a literature of protest too. It is a പ്രോഡക്റ്റ് ഓഫ് ന്യൂ അവയർനെസ്സിൽ അവർക്കൊരു ബോധം വരികയാണ്. അംബേദ്കർ മെസ്സേജും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ ഒരു ബോധം വരിക, ന്യൂ അവയർനെസ് ആണ്. ഇറ്റ് ഈസ് എ ലിറ്ററേച്ചർ ഓഫ് പ്രൊട്ടസ്റ്റ് ടു. ദളിത് റൈറ്റേഴ്സ് വ്യൂ ദ എസ്റ്റാബ്ലിഷ്ഡ് ലിറ്ററേച്ചർ ആസ് എൻ അപ്പർ ക്ലാസ് വൺ ആൻഡ് hold the view that their literature is more in the tradition of great humanistic literature of the world. അടിപൊളി അല്ലേ? പറയുന്നത് എന്താണ്, ദളിത് ലിറ്ററേച്ചർ മറ്റ് ലിറ്ററേച്ചറിൻ്റെ മറ്റുള്ളവരെ ഇപ്പം ഉന്നത വർഗ്ഗക്കാർ അല്ലെങ്കിൽ സുപ്പീരിയർ എന്നുള്ള ആൾക്കാർ എഴുതുന്ന വർക്കിനെ നമ്മൾ എന്ത് ചെയ്യും, അപ്പർ ക്ലാസ് വർക്കായിട്ടാണ് കാണുക. എന്നിട്ട് ഇവർ പറയുന്നത് ഇവരെ ലിറ്ററേച്ചർ എന്താണ്,
മോർ ടു ട്രഡീഷൻ ഓഫ് ഗ്രേറ്റ് ഹ്യൂമനിസ്റ്റിക് ലിറ്ററേച്ചർ ഓഫ് ദി വേൾഡ്. അത് ഹ്യൂമനിസ്റ്റിക് ലിറ്ററേച്ചർ, മനുഷ്യൻ്റെ കാര്യങ്ങളായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ലിറ്ററേച്ചറാണ് ദളിത് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറയാറില്ലേ, ഞാൻ നിങ്ങളോട് പറയാറില്ലേ, ഒരു സ്ത്രീയുടെ കാര്യങ്ങൾ പറയാൻ എപ്പോഴും ബെസ്റ്റ് ആളാരെന്ന് ചോദിച്ചാൽ ആ സ്ത്രീയാണ്. അതുപോലെ ദളിതിനെ കുറിച്ച് കൂടുതൽ പറയാൻ ഏറ്റവും വൃത്തിയായിട്ട് വ്യക്തമായിട്ട് പറയാൻ പറ്റുക അവർക്കാണ്. അപ്പോൾ അതാണ് അവരെ കോൺഷ്യസ്നെസ് ആണ് അവരുടെ ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു വർക്കാണ് പോയിസൺഡ് ബ്രീഡ്. Poisoned Breed, BREAD, published in 1992, is an anthology of Dalit writing including poems, prose, criticism translated from Marathi into English. Marakardu, Poisoned Breed, 1992, an anthology of Dalit writing including poems, prose, criticism translated from Marathi into English. Okay, next one, the Oxford Indian Anthology of Malayalam Dalit Writing, been published by Oxford University Press and co-edited by Dr. M. Dasan, Dr. V. Pratibha, Dr. Prathiban Pambirikunnu, and Dr. C. S. Chandriga is representative collection of the translation of Malayalam Dalit writing from the early 20th century to the present time. അപ്പോൾ എന്താ വെച്ചാൽ ഒരു ആന്തോളജിയാണെന്ത്, അതിൻ്റെ പേര് ദ ഓക്സ്ഫോർഡ് ഇന്ത്യൻ ആന്തോളജി ഓഫ് മലയാളം ദളിത് റൈറ്റിംഗ് കേട്ടോ. അത് ഇവരൊക്കെ കൂടിയാണ് എഡിറ്റ് ചെയ്തത്. കോഡിറ്റ് ചെയ്ത ആൾക്കാരുടെ പേരാണ്. ഇറ്റ് റിയലി ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ടു ബ്രിങ് ഔട്ട് ദ സൈലൻസ്ഡ് ആൻഡ് മാർജിനലൈസ്ഡ് വോയിസ് അൺപ്രസൻറ്റഡ് അൻറ്റിൽ നൗ. അപ്പോൾ ആ ആന്തോളജി എന്താ പറയുന്നത്, ഇറ്റ് ബ്രിങ് ഔട്ട് ദ സൈലൻസ്ഡ് ആൻഡ് മാർജിനലൈസ്ഡ് വോയിസ് അൺറെപ്രസെൻറ്റഡ് അൻറ്റിൽ നോ. അതെന്താണ്, സൈലൻസ്ഡ് ആണ്, അതുപോലെ മാർജിനലൈസ്ഡ് ആൾക്കാരാണ്. ദ വോയിസ് ആർ നെവർ പബ്ലിഷ്ഡ്, അതാണ് അൺറെപ്രസെൻറ്റഡ് അൻറ്റിൽ നോ എന്ന് പറയുന്നത്. ഇതുവരെ ആ ഒരു വോയിസിനാരും റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആ റെപ്രസെൻ്റ് ചെയ്യാത്ത അല്ലെങ്കിൽ എല്ലാവരും മാറ്റി നിർത്തപ്പെട്ട ആൾക്കാരുടെ വോയിസാണ് ദളിത് ലിറ്ററേച്ചർ അല്ലെങ്കിൽ ആ ആന്തോളജിയിലൂടെ പുറത്തു വന്നത്. It includes a collections of Dalit writings in different genres, including poetry, short story, novel, biography, plays, and critical essays by 37 writers. അത് നോർത്ത് വെക്കണം, 37 റൈറ്റേഴ്സിൻ്റെ ആന്തോളജി ഉണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ദളിത് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ലിറ്ററേച്ചർ ഓഫ് ദി ദളിത് പീപ്പിൾ ആൻഡ് ദ ലിറ്ററേച്ചർ റിട്ടൺ ബൈ ദി അതർ പീപ്പിൾ അബൌട്ട് ദളിത്. ദളിത് മീൻസ് ഡൗൺ ട്രോഡൻ ഗ്രൂപ്പ്. ഓക്കെ, ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങളൊന്നുകൂടെ വായിച്ചു നോക്കുക. ഐ ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റാൻഡ്. താങ്ക് യു. ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദളിത് ലിറ്ററേച്ചർ.